ഇവർ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ നമ്മൾക്കറിയണം ഈ രാജ്യത്തിൽ രണ്ട് വിധത്തിൻ്റെ പിന്നെ റിസർവേഷൻസ് ഉണ്ട്. ഒന്ന് കേന്ദ്രത്തിൽ, മറ്റേത് സംസ്ഥാനങ്ങളിൽ. 3-4 സംസ്ഥാനങ്ങൾക്ക് അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, അവരുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഗ്രൂപ്പിന് വേണ്ടി അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മൾ ലോക്സഭയ്ക്കല്ലേ നമ്മൾ മത്സരിക്കുന്നത്, ഇത് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ലല്ലോ. നിങ്ങൾ അഥവാ കേരളത്തിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വരുമ്പോൾ നിങ്ങൾക്ക് വല്ല ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ വരൂ. പക്ഷേ ഞങ്ങൾ കേന്ദ്രത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല, ഈ വിഷയത്തിന് എഴുതിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ല ഈ വിഷയത്തെ ഒരു ദേശീയ ഒരു രാഷ്ട്രീയ വിഷയം ആക്കാൻ. അതെല്ലാം നമ്മൾ പറയണത് ഈ 5 ന്യായമാണ്. എല്ലാവർക്കും ഏത് വിധത്തിലും അവർ അനുഭവിക്കുന്ന അന്യായങ്ങളെ തീർത്ത് എല്ലാവർക്കും സഹായം കൊണ്ടുവരാൻ, അങ്ങനെയുള്ള ഈ സാമൂഹ്യ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിലാണ് നമ്മുടെ ശ്രദ്ധ. അതിൽ നമ്മൾ ഏത് സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു പിന്നെ റിസർവേഷൻ വെക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഞാൻ പറയാനും പോകുന്നില്ല. പിന്നാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു ഞാൻ നിരാശ തന്നെയാണ്. കാരണം നമ്മൾക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിമാരും ഒക്കെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കണം. അത് ശരിയാണോ? അഥവാ ഞങ്ങൾ BJPയുടെ പ്രകടന പത്രിക ഇത് പറഞ്ഞു അത് പറഞ്ഞു നുണ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയായിരിക്കും? അത് ഒരിക്കലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. അവർ ചെയ്യണത് തെറ്റാണ്. ആ തെറ്റിനെ ഞങ്ങൾ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനും ഒരു ഉത്തരവാദിത്തമുണ്ട് അവരോട് പറയാൻ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അഥവാ അവർ മാനിഫെസ്റ്റോയിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ വിവാദമുണ്ടാക്കാനും നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയായിരുന്നു. ഈ മോദിയുടെ റിട്ടയർമെന്റ് ഒരു ചർച്ചയായി പോകുമ്പോൾ തന്നെ ഇന്നലെ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞ നവീൻ പട്നായിക്ക് 77 വയസ്സാണ്, അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യണമെന്നാണ്. എന്തെങ്കിലും സാമ്യതയുണ്ടോ ഈ ഇത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന കാര്യം, നവീൻ പട്നായിക് BJPയുടെ മെമ്പർ അല്ലല്ലോ. ഈ റിട്ടയർമെൻറ്റ് ഏജ് BJPയാണ് തീരുമാനിച്ചത്. അവരുടെ ഓരോരോ മന്ത്രിമാരെ 75 വയസ്സാകുമ്പോൾ അവർ തള്ളി. അത് അവരുടെ തീരുമാനമാണ്. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ കൂടി നല്ല വിഗറസ് ആയിട്ട് ഭയങ്കര ആവേശം ഊർജ്ജോട് പ്രവർത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് 75 ക്രോസായിട്ട് കുറച്ച് വർഷങ്ങളായി. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾക്ക് അവരുടെ നിയമം വേറെ ആരും പാലിക്കണം എന്ന് ഞങ്ങൾ പറയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നവീൻ പട്നായിക് അത് പാലിക്കാൻ ആവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാമത്തത്, അഥവാ അവർക്ക് അങ്ങനെ നിയമമുണ്ടെങ്കിൽ അതാ അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അടുത്ത വർഷം 75 എത്തുന്നു. എന്താ അവർ തീരുമാനം ജനങ്ങളെ അറിയിക്കണ്ടേ? അത് ജനങ്ങൾക്ക് ചോദിക്കാൻ പൂർണ്ണ അധികാരമുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് വലിയ ഭയമൊന്നുമില്ല. നമുക്ക് അടുത്ത വർഷം വരെ കാത്തിരിക്കാൻ ആവശ്യമില്ല നരേന്ദ്രമോദിയുടെ റിട്ടയർമെൻറ്റിന്. അത് ഈ ജൂൺ 5-ാം തീയതി തന്നെ കാണുന്നത്. ഒരു പക്ഷേ ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ നല്ല ബുദ്ധി തന്നെ. ഒരു പക്ഷേ അതൊരു ചെറിയൊരു ഹിൻ്റ് ആയിരിക്കാം അല്ലേ? നവീൻ പട്നായിക്കിന് പോയിക്കൂടെ, നിങ്ങൾ അതുപോലെ പോകേണ്ടതായിരിക്കും. എന്തായാലും അദ്ദേഹം എന്തായാലും പോകേണ്ടി വരും. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, നോക്കൂ, ഇദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രിയായ കാരണം ഇദ്ദേഹം എല്ലാവരുടെയും ഇറങ്ങേണ്ടത് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. അദ്ദേഹം എല്ലാവരുടെയും ഇറങ്ങേണ്ടത്, എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഞങ്ങളുടെയും. ഞാൻ ഇന്ന് ഈ വേദിയിൽ ഈ പ്രസിന് മുമ്പ് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി 4 ആം ആദ്മി പാർട്ടിയും 3 കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചുവല്ലോ. അപ്പം ഞാനത് ചെയ്യണത് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം രാഹുൽ ഗാന്ധി അഥവാ ഒരു രാംലീല മൈതാനിലൊരു ചടങ്ങ് നടത്തിയാലോ, അല്ലെങ്കിൽ നാളെ ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിലോ, ആം ആദ്മി പാർട്ടിയുടെ ഏത് നേതാവും ഞങ്ങൾ സുഖമായിട്ട് സ്വാഗതം ചെയ്യും. വന്ന് നിൽക്കട്ടെ വേദിയിൽ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇത് ഞങ്ങളുടെ വേറെയാണ്, ആം ആദ്മി പാർട്ടി വേറെയാണ്. ഞങ്ങൾ അവർക്കും പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്, അവർ നമുക്കും വരട്ടെ. രണ്ടാളും ഒരേ വേദിയിൽ കാണണമെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ വരെ റായ്ബറേലിയിലായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രചരണത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ഇത്ര വലിയ രാജ്യത്തിൽ എല്ലാവരും ഓടി നടക്കുമ്പോൾ ശ്രീ കേജ്രിവാളിന് ആകെ 2 സംസ്ഥാനമേ ഉള്ളൂ, ഡൽഹിയും പഞ്ചാബും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം ഇവിടെ ചിലവാക്കാൻ സാധിക്കും. രാഹുൽ ഗാന്ധിക്ക് അത്ര സമയമില്ല. അത്രയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ കാണാനൊരു ആവശ്യം. നോക്കൂ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് ഉദ്ദേശം? ഈ ഉദ്ദേശം ഭരണമാറ്റം കൊണ്ടുവരാനാണ്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശത്തെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡറി സ്ഥാനത്ത് വയ്ക്കും.
നിങ്ങൾക്കറിയാമല്ലോ, ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നെ ഒരു പ്രതിഷേധം നടത്തി. ഞാനായിരുന്നു ഉദ്ഘാടകൻ, ഞാൻ പോയി പ്രസംഗിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് എതിരിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല, എതിരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അഥവാ അവർക്കൊരു അന്വേഷണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ജൂൺ 4-ാം തീയതി വരെ കാത്തിരുന്നുകൂടാ? അവസാനത്തിൽ കോടതി അതാ പറഞ്ഞു. നിങ്ങൾ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണത് ശരിയാണോ? അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ അവകാശം പ്രകാരം അദ്ദേഹത്തിന് ക്യാമ്പയിനിങ് ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ? നിങ്ങൾ ജൂൺ 2-ാം തീയതി 1-ാം തീയതിയാണ് അവസാനത്തെ വോട്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ വീണ്ടും. അതന്നെ ഞാനും പറഞ്ഞു ആ സമയത്ത്. ഞാൻ അതല്ലേ പറഞ്ഞു, വോട്ടിംഗ് കഴിയുന്ന വരെ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിപ്പോൾ പോലീസ് ആക്ഷൻ എടുക്കുന്നത്? വെറും ഒരു രാഷ്ട്രീയ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് സത്യം. ഈ വിവാദമായ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്നാണ് അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. ഈ ആക്രമണ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞങ്ങൾ എപ്പോഴും എതിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, ഈ ആക്രമണ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ക്ഷമിക്കാൻ സാധിക്കാത്തൊരു രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് മതേതരത്വ വിഷയത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ന്യായത്തിനെക്കുറിച്ച് നിങ്ങൾ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് നന്നായി കണ്ടാൽ പോരാ. ആക്രമണ രാഷ്ട്രീയം നിർത്തണം. പക്ഷെ ഇങ്ങനെ രണ്ട് പേര്, ഇവർക്ക് വല്ല ബോംബ് ഉണ്ടാക്കാൻ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, അവരൊരു ലീഗൽ ഫാക്ടറി ഒന്നും അല്ലല്ലോ. അവർ ബോംബ് ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ അവർ പോയി മരിച്ചു പോയപ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാതെ അവരെ ഇപ്പോൾ ആക്കുമ്പോൾ അത് എന്താ സന്ദേശം CPM അയക്കുന്നത്? ആക്രമണ രാഷ്ട്രീയം നല്ലതാണ്, ഇല്ലീഗൽ ബോംബ് ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റില്ല, രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കണം, അതിലൊരു തെറ്റും കാണുന്നില്ല. അതുമാത്രമല്ല, അവർ ഹീറോസാണ്, അവരെ നമ്മൾ വലിയ ആൾക്കാരായി കാണുന്നു. ഇങ്ങനൊരു സന്ദേശം നമ്മളുടെ യുവാക്കൾക്കാണ് ഇങ്ങനെയാണ് അയക്കേണ്ടത്. നാളെ രാഷ്ട്രീയത്തിൽ വല്ല ഐഡിയലിസം മനസ്സിൽ വെച്ചിട്ട് വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇതാണോ രാഷ്ട്രീയം എന്നൊരു മനസ്സിൽ തോന്നൽ വരില്ലേ? ഞാൻ പറയട്ടെ, ഇതൊക്കെ വലിയ തെറ്റാണ് CPM ചെയ്യണത്. അവരുടെ ഈ ഷോർട്ട് ടേം രാഷ്ട്രീയം, ഈ ആക്രമണ രാഷ്ട്രീയം, ഈ പ്രിൻസിപ്പിൾസ് ഇല്ലാത്തൊരു രാഷ്ട്രീയം, നാളെക്കുറിച്ച് ചിന്തിക്കാത്തൊരു രാഷ്ട്രീയം, ഇതെല്ലാം നിർത്തണം. ഇതിൻ്റെ മാറ്റം നമ്മളുടെ സംസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തിലും കണ്ടിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും സമയമുണ്ട്, നമ്മൾ പിന്നെ സംസാരിച്ചോളാം. പക്ഷേ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് അടിയിൽ ഇത് ചെയ്യുന്നത് വലിയ തെറ്റായിരുന്നു, എനിക്കൊരു സംശയം.